Welcome to a discussion on cavitation in hydraulic machines, in particular reaction turbines and centrifugal pumps. നമുക്കിന്ന് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് cavitation in hydraulic machines? What is vapor pressure? How does it vary with temperature? And explain briefly about Thomas cavitation factor sigma and its critical value sigma c. And also the cavitation prevention strategies. Cavitation ഒരു ഡിസാസ്ട്രസ് ഫിനോമിനൻ ആണ്. ഹൈഡ്രോളിക് മെഷീൻസിൽ ഫ്ലോ ലൈൻ പ്രഷർ എക്സ്ട്രീംലി ലോ ആകുന്ന റീജിയൻസിലൊക്കെ കാവിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാവിറ്റേഷൻ അഫക്റ്റഡ് impeller parts of the centrifugal pumps are shown over here. Then what is cavitation? We will discuss that next. Cavitation എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു പ്രതിഭാസമാണ്. ടർബൈൻസിലും പമ്പ്സിലൊക്കെ ഉണ്ടാകാനിടയുള്ളതും എന്നാൽ ഒഴിവാക്കേണ്ടത്, അതായത് ഒരു ഡിസാസ്ട്രസ് ഫിനോമിനൻ ആണ്. സംതിങ് വി വോണ്ട് ടു അവോയ്ഡ്. അങ്ങനെ ഒരു പ്രതിഭാസമാണ് കാവിറ്റേഷൻ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. If the pressure of a fluid in a flow passage falls below its vapor pressure at the prevailing temperature, the liquid will boil. നമ്മൾ സാധാരണഗതിയിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ വെള്ളം തിളയ്ക്കുന്നത്, അതിനാവശ്യമായ കണ്ടീഷൻ എന്താണ് നമ്മൾ ചോദിച്ചാൽ സാധാരണഗതിയിൽ പറയുന്നത് വാട്ടർ വിൽ ബോയിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർഷ്യലി കറക്റ്റ്. കാരണം വാട്ടർ ക്യാൻ ബോയിൽ അറ്റ് എനി ടെമ്പറേച്ചർ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രിവെയിലിംഗ് ലോക്കൽ പ്രഷർ. അപ്പോൾ നമ്മൾ വാട്ടർ വിൽ ബോയിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് പ്രഷർ മാറുമ്പോൾ നമുക്ക് ആ തിളയ്ക്കുന്ന ടെമ്പറേച്ചറും മാറും. അതുപോലെ തന്നെ തിരിച്ചും പറയാം. അതായത് ടെമ്പറേച്ചർ മാറിയാൽ അത് ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട് ഓരോ ലിക്വിഡിനും. അതാണ് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു ദ പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ വേപ്പർ പ്രഷർ, ഓരോ ലിക്വിഡിൻ്റെയും വേപ്പർ പ്രഷർ ലോക്കൽ ടെമ്പറേച്ചറിനെ, അതിൻ്റെ പ്രിവെയിലിംഗ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ പ്രഷറിലേക്ക് എത്തുമ്പോൾ ലിക്വിഡ് വിൽ സ്റ്റാർട്ട് ബോയിലിംഗ് അറ്റ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ, പ്യുവർ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദാറ്റ് ഈസ് 1.01325 ബാർ എന്നൊക്കെ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ പ്രഷറിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആകുകയാണെങ്കിൽ, അതായത് റൂം ടെമ്പറേച്ചർ 20, 25 ഓർ ഈവൻ 30, അതിലൊക്കെ വെള്ളം തിളയ്ക്കുമോ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് എസ്. പക്ഷേ അതിൻ്റെ പ്രിവെയിലിംഗ് പ്രഷർ, അവിടുത്തെ സറൗണ്ടിങ് പ്രഷർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണോ വെള്ളത്തെ സൂക്ഷിക്കുന്നത് അതിൻ്റെ നമുക്ക് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ അറ്റ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. സോ 30 ഡിഗ്രി സെൽഷ്യസിനാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. സോ ദാറ്റ് പ്രഷർ വിൽ ബി വെരി ലോ, വെരി ലോ, ബിലോ അറ്റ്മോസ്ഫിയറിക്, അതായത് വാക്യൂം റേഞ്ചിൽ. അതായത് നമുക്ക് വാക്യൂം പ്രഷർ പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ വെള്ളം തിളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ലിക്വിഡിൻ്റെ പ്രഷർ ഏതെങ്കിലും ഫ്ലോ പാസേജിൽ ലിക്വിഡ് പ്രഷർ കുറയുകയാണെങ്കിൽ, ലിക്വിഡ് പ്രഷർ കുറഞ്ഞാൽ, ഏതിന് താഴെ കുറയുകയാണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ, ആ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേപ്പർ പ്രഷർ വാല്യൂ ഉണ്ട്. ആ പ്രഷറിന് താഴെ ആ ഫ്ലോ ലൈൻ പ്രഷർ എത്തിയാൽ ലിക്വിഡ് വിൽ ബോയിൽ, വെള്ളം തിളയ്ക്കും. അപ്പോൾ വേപ്പർ ബബിൾസ്, അങ്ങനെ അഥവാ ഒരു ബോയിലിംഗ് ഉണ്ടാകുകയാണെങ്കിൽ വേപ്പർ ബബിൾസ് ആർ ഫോംഡ് ആൻഡ് ദീസ് വേപ്പർ ബബിൾസ് വെൻ ക്യാരിഡ് ടു ഇൻക്രീസ്ഡ് പ്രഷർ റീജിയൻസ് ദ ബബിൾസ് വിൽ കൊളാപ്സ് and the liquid from the surrounding regions will rush to the cavities thus created. This causes huge increase of local pressure and pressure waves are set up in the flow. I will explain. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫ്ലോ ലൈനിലെ പ്രഷർ എപ്പോഴെങ്കിലും വേപ്പർ പ്രഷറിന് താഴേക്ക് വരികയാണെങ്കിൽ ലിക്വിഡ്സ് ബോയിൽ ചെയ്യുമെന്നും, അങ്ങനെ അഥവാ ഒരു ചാൻസ് ഉണ്ടായാൽ വേപ്പർ ബബിൾസ് ഒക്കെ അവിടെ ഫോം ചെയ്യും. ആ വേപ്പർ ബബിൾസ് ഫ്ലോ നടക്കുകയാണല്ലോ, അപ്പോൾ ഫ്ലോയിലൂടെ അല്പം പ്രഷർ കൂടിയ റീജിയൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഇത് ബബിൾസാണ്,
ഈ ബബിൾസ്, വേപ്പർ ബബിൾസ്, കുമിളകൾ അത് പൊട്ടും. വേപ്പർ ബബിൾസ് വിൽ കൊളാപ്സ്. അപ്പം നമ്മൾ ഒന്ന് രണ്ട് ബബിൾസിൻ്റെ കാര്യമല്ല പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് തൗസൻഡ്സ് ഓഫ് ബബിൾസ് ഇൻ ദ ഫ്ലോ റീജിയൻ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്യാവിറ്റീസ് ആർ ഫോംഡ്. ക്യാവിറ്റീസ്, ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടും, ഒരു വാക്വം. അവിടേക്ക് സറൗണ്ടിങ് റീജിയൻസിലെ ലിക്വിഡ് അതിലേക്ക് അങ്ങ് റഷ് ചെയ്യും. അപ്പോൾ എല്ലാ ലിക്വിഡ്സും കൂടെ അങ്ങനെ വേപ്പർ ബബിൾസ് പൊട്ടുമ്പോഴുണ്ടാകുന്ന ക്യാവിറ്റീസിലേക്ക് റഷ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു സഡൻ ലോക്കൽ പ്രഷർ, എ ഹ്യൂജ് ഇൻക്രീസ് ഓഫ് ലോക്കൽ പ്രഷർ മേ ഹാപ്പൻ. So this causes huge increase of local pressure and the pressure waves are set up in the flow. അപ്പോൾ ഫ്ലോയിൽ പ്രഷർ വേവ്സ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഈ നമ്മൾ ഹ്യൂജ് പ്രഷർ ഇൻക്രീസ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈ ഇഫ് ഓഫ് ദി ഓർഡർ ഓഫ് തൗസൻഡ്സ് ഓഫ് അറ്റ്മോസ്ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 atmospheric pressure എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 1 bar അല്ലെങ്കിൽ എക്സാക്ട്ലി 1.01325 bar എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അതിന് സെവറൽ ടൈംസ്, അതായത് അതിൻ്റെ ഒരു 1000 times ഓർ ഈവൻ മോർ ആ ഒരു ലെവലിലുള്ള പ്രഷർ അവിടെ ഉണ്ടാകുകയാണ്, ആ റീജിയൻ, ആ സോണിൽ ഉണ്ടാകുക. സോ ഇറ്റ്സ് ഡ്രാസ്റ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ശരിക്കും ഈ പ്രഷർ വേവ്സൊക്കെ പിന്നീട് ടർബൈൻ ബ്ലേഡ്സിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ടർബൈൻ ബ്ലേഡ്സിലെ സർഫസ് ഇറോഷൻ ഉണ്ടാക്കും, അതായത് അതിൻ്റെ സർഫസ് റിമൂവ് ചെയ്യപ്പെടും. പിന്നെ അതുപോലെ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാക്കും. സോ നമ്മൾ ബേസിക്കലി ഇതിന് ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, സോ ഈ പ്രഷർ വേവ്സ് ഉണ്ടല്ലോ, ദിസ് വിൽ പ്രൊഡ്യൂസ് പിറ്റിംഗ് ആക്ഷൻ ഓൺ ദ വാൾസ് ഓഫ് ദ പൈപ്പ്, സർഫസസ് ഓഫ് ദ ബ്ലേഡ്സ്. പിറ്റിംഗ്, ഈ ബബിൾസ് ഉണ്ടാകുക, ആ ബബിൾസ് ഇങ്ങനെ ഒരുപാട് എക്സസ് ഇൻ നമ്പർ ആകുക, അതിനെ ഫ്ലോ ലൈനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, പിന്നെ അത് പൊട്ടുന്നത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്യാവിറ്റേഷൻ. സോ ഫിനോമിനൻ ഓഫ് ദ ഫോർമേഷൻ, ഗ്രൗത്ത്, propagation and the collapse of vapor bubbles in the low pressure flow regions is called cavitation. അപ്പോൾ ഫ്ലോ റീജിയൻസിൽ, ഹൈഡ്രോളിക് മെഷീൻസിൽ, ടർബൈൻ ആയാലും പമ്പായാലും എവിടെയൊക്കെ ലോ പ്രഷർ റീജിയൻസ് ഉണ്ടാകുമോ അവിടെയൊക്കെ ഈ നമ്മൾ ഈ പറഞ്ഞ വേപ്പർ പ്രഷറിൻ്റെ, ലിക്വിഡിൻ്റെ അവിടുത്തെ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേപ്പർ പ്രഷറുണ്ട്. ആ വേപ്പർ പ്രഷറിന് താഴെ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? വേപ്പർ ബബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ബബിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും അതിൻ്റെ ഗ്രൗത്തും അതിൻ്റെ പ്രൊപ്പഗേഷനും, അത് ലിക്വിഡിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതും ആൻഡ് പിന്നെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ കൊളാപ്സും, അതെല്ലാം പൊട്ടുന്നതും, അങ്ങനെ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നതും ഒക്കെ എല്ലാം കൂടെ കളക്റ്റീവ്ലി ദിസ് ഡിസാസ്ട്രസ് ഫിനോമിനൻ ഈസ് കോൾഡ് ക്യാവിറ്റേഷൻ. ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ക്യാവിറ്റേഷൻ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സർഫസ് ഇറോഷൻ ഓഫ് ബ്ലേഡ്സ് ആൻഡ് ഫ്ലോ പാസേജസ്. ആ ഫ്ലോ പാസേജസിൽ എവിടെയാണോ ക്യാവിറ്റേഷൻ സംഭവിക്കുന്നത് അവിടുത്തെ ആ പാസേജസിലെയും കേസിങ്ങിൻ്റെ ഉൾഭാഗവും ഒക്കെ, അതുപോലെ സർഫസ് ടർബൈൻ ബ്ലേഡ്സിലൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ വെയിൻസ് ഓർ ബ്ലേഡ്സ്, അതിൻ്റെയൊക്കെ സർഫസ് ഇറോഷൻ. വാട്ട് ഈസ് സർഫസ് ഇറോഷൻ? അവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടും, കാരണം ഈ പിറ്റിംഗ് ആക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട്. ദെൻ മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ആഫ്റ്റർ ഇഫക്റ്റ് ഈസ് എക്സസീവ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. എക്സസീവ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. സോ പ്രഷർ വേവ്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ വല്ലാത്ത ശബ്ദവും വൈബ്രേഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ റോട്ടോഡൈനാമിക് മെഷീനറീസിലൊക്കെ ഈ വൈബ്രേഷൻ എക്സസീവായിട്ട് അൺവാണ്ടഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ ബാലൻസ് തന്നെ തെറ്റും, മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാകാം, ഫെയിലിയർ ഓഫ് ഹൈഡ്രോളിക് മെഷീൻ കമ്പണൻസ് മേ റിസൾട്ട് ഇൻ. സോ ഈ മെഷീൻ കമ്പണൻസ് ഫെയിലാകാനും മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാകാനും ഒക്കെ ഇടയാകാം. അപ്പോൾ ഇതൊക്കെ നമുക്കതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അതിൻ്റെ അനന്തരഫലങ്ങളായിട്ട് നമുക്ക് പറയാം. ക്യാവിറ്റേഷൻ്റെ ഡെഡ്ലി ഇഫക്ട്സ് ഓർ ആഫ്റ്റർ ഇഫക്ട്സ് ആണിത്. സർഫസ് ഇറോഷൻ ഓഫ് ബ്ലേഡ്സ് ആൻഡ് ഫ്ലോ പാസേജസ്, എക്സസീവ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ, പിന്നെ മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഫെയിലിയർ ഓഫ് ഹൈഡ്രോളിക് മെഷീൻ കമ്പോണൻസ്. പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്, ഇവിടെ ക്യാവിറ്റേഷൻ ഓർ ക്യാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യുന്നത് കാരണം ഡിസ്ചാർജ് അങ്ങ് കുറയും. ടർബൈൻസിലൊക്കെ ആണെങ്കിൽ ഇഫക്റ്റീവ് ഡിസ്ചാർജ് കുറയും. സോ ഡിസ്ചാർജ് ഒക്കെ കുറയുന്നത് നാച്ചുറലി അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ അഫക്റ്റ് ചെയ്യും. ഈ വൈബ്രേഷനും നോയ്സും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടർബൈൻ്റെ പെർഫോമൻസ് വിൽ ബി അഫക്റ്റഡ് അഡ്വേഴ്സലി. അതിൻ്റെ പെർഫോമൻസ് മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. Now consider this question. Explain cavitation in centrifugal pump. What are the effects of cavitation? How it can be eliminated? So ഇതിലെ ഫസ്റ്റ് 2 parts ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്യാവിറ്റേഷൻ എന്താണെന്നും
ക്യാവിറ്റേഷൻ്റെ ഇഫക്ട്സ് എന്താണെന്നും അതിൻ്റെ കോൺസിക്വൻസസ്. ക്യാവിറ്റേഷൻ ടർബൈൻസിലുണ്ടാകുന്നത് പോലെ റിയാക്ഷൻ ടർബൈൻസിൽ ഉണ്ടാകുന്നത് പോലെ സെൻട്രിഫ്യൂഗൽ പമ്പിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പിലെ ഇൻലെറ്റിൽ വാക്വം പ്രഷർ വരുന്നുണ്ട്. സോ ദാറ്റ് വാക്വം പ്രഷർ എക്സ്ട്രീംലി ലോ വാല്യൂ ആകുകയാണെങ്കിൽ ക്യാവിറ്റേഷന് ചാൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ക്യാവിറ്റേഷൻ? വി ഡിസ്കസ്ഡ് ഓൾറെഡി. പമ്പിൻ്റെ പുവർ പെർഫോമൻസ്, എഫിഷ്യൻസി കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സർഫസ് ഇറോഷൻ ഓഫ് ബ്ലേഡ്സ്, പിറ്റിംഗ് ആക്ഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എക്സസീവ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ എക്സെട്ര. ഇവിടെ ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്, ആ പാർട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫ്ലോ ലൈൻ പ്രഷർ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫോൾ ബിലോ വേപ്പർ പ്രഷർ. ഫ്ലോ ലൈൻ പ്രഷർ വേപ്പർ പ്രഷറിന് താഴേക്ക് പോകുമ്പോഴാണ് ക്യാവിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഫ്ലോ ലൈൻ പ്രഷർ ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് to fall below the vapor pressure corresponding to the prevailing temperature എന്ന് പറയണം. ദെൻ ഒരു ക്യാവിറ്റേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് തോമസ് ക്യാവിറ്റേഷൻ ഫാക്ടർ, സിഗ്മ. തോമസ് ക്യാവിറ്റേഷൻ ഫാക്ടർ സിഗ്മ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഷുഡ് നോട്ട് ഫോൾ ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ വാല്യൂ. തോമസ് ക്യാവിറ്റേഷൻ ഫാക്ടറിൻ്റെ തന്നെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ട്, ഓപ്റ്റിമം വാല്യൂ. അതിന് താഴേക്ക് പോകരുത് ദി തോമസ് ക്യാവിറ്റേഷൻ നമ്പർ ഓർ ക്യാവിറ്റേഷൻ ഫാക്ടർ സിഗ്മ. സോ ക്യാവിറ്റേഷൻ ഫാക്ടർ സിഗ്മയുടെ ക്രിട്ടിക്കൽ വാല്യൂ സ്പെസിഫിക് സ്പീഡ് ഓഫ് പമ്പിനെയൊക്കെ, എഫിഷ്യൻസി, നമ്പർ ഓഫ് വെയിൻസ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ട്. ആ ക്രിട്ടിക്കൽ വാല്യൂവിന് താഴേക്ക് പോകരുത് the calculated value of Thomas cavitation factor. Thomas cavitation factor or Thomas cavitation number sigma, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് sigma is equal to NPSH by HM. ഈ ഫോമുലയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തോമസ് കാവിറ്റേഷൻ ഫാക്ടർ is equal to NPSH divided by HM. HM is the manometric head developed by the pump. NPSH is net positive suction head of the pump. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് H atmosphere മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് maximum suction head or maximum suction lift minus head loss due to friction in suction pipe. H atmosphere, H എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഹെഡിൻ്റെ ടേംസിൽ പറയുമ്പോൾ, അതായത് PA/ρg എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ് HA. HA is 10.33 meters of water. In terms of meters of water, it is 10.33 minus HV, that is vapor pressure head. ഇപ്പോൾ വാട്ടർ ആണ്, ഏതാണോ ഫ്ലൂയിഡ് അതിൻ്റെ വേപ്പർ പ്രഷർ ഹെഡ് അറ്റ് ദ പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ PV ആണെങ്കിൽ PV/ρg, that is HV. then HS എന്ന് പറയുന്നത് സക്ഷൻ ലിഫ്റ്റ് ഓർ സക്ഷൻ ഹെഡ്. HFS എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് is equal to HA minus HV minus HS minus HFS. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന NPSH ഡിവൈഡഡ് ബൈ മാനോമെട്രിക് ഹെഡ് ഡെവലപ്ഡ് ബൈ ദ പമ്പ് HM ഇതെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സിഗ്മ വാല്യൂ കിട്ടും. ദെൻ ഫോർ എവറി പമ്പ് ദർ ഈസ് an empirical relation for finding out sigma C. അത് പ്രത്യേകിച്ച് പഠിച്ചു വെക്കണമെന്നില്ല. സെൻട്രിഫ്യൂഗൽ പമ്പിനൊക്കെ സിഗ്മ C എന്ന് പറയുന്നത് സ്പെസിഫിക് സ്പീഡ് റേസ് ടു 4/3, സ്പെസിഫിക് സ്പീഡ് റേസ് ടു 4/3 ഡിവൈഡഡ് ബൈ 1000 എന്നുള്ള ഒരു ഫോമുല യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ആ കോറിലേഷൻ പഠിച്ചു വെക്കണമെന്നില്ല. ക്രിട്ടിക്കൽ വാല്യൂ ഈസ് ദെയർ എന്ന് പറഞ്ഞാൽ മതി. ആ ക്രിട്ടിക്കൽ വാല്യൂവിന് മുകളിലായിരിക്കണം നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, NPSH/HM. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, ദാറ്റ് സിഗ്മ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു the critical value of Thomas cavitation factor. Then cavitation can be prevented. So for cavitation free operation, cavitation ഇല്ലാതെ പമ്പ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിഗ്മ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ C. ഒരു കാരണവശാലും കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സിഗ്മ ഷുഡ് നോട്ട് ഫോൾ ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ വാല്യൂ for cavitation free operation. Please keep in mind. Then ഇനി cavitation prevent ചെയ്ത് കഴിഞ്ഞാലും ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടെങ്കിലും cavitation നടന്നാൽ അതിന് വേണ്ട
അതിനുള്ള ആൻറ്റി പ്രിവെൻഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്? ആൻറ്റി ക്യാവിറ്റേഷൻ ടെക്നിക്സ് ഓർ ക്യാവിറ്റേഷൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, ക്യാവിറ്റേഷൻ റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ ക്യാവിറ്റേഷനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. ക്യാവിറ്റേഷൻ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ക്യാവിറ്റേഷനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് ടു പ്രിവെൻറ്റ് ക്യാവിറ്റേഷൻ. യൂസ് ക്യാവിറ്റേഷൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ഫോർ ഇംപെല്ലർ ബ്ലേഡ്സ്. Then cavitation resistant coating can be provided on the inner walls of the casing, the surfaces which is prone to cavitation. Cavitation ഇടയാകുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിലെ ഇൻലെറ്റ് പോർഷന് കൂടുതൽ, ദാറ്റ് ഈസ് എ വൾണറബിൾ റീജിയൻ, ക്യാവിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സോ അവിടെ ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ക്യാവിറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാം. സോ നമ്മുടെ വി ആൻസേർഡ് ബോത്ത് ദ ക്വസ്റ്റ്യൻസ്. സോ please study this properly. Thank you so much.